ഇന്ന് നമ്മൾ ക്രിസ്മസ് അല്ല വരാൻ പോണത്. അപ്പം അതിനെ പറ്റിയ നല്ല ഡെക്കറേഷൻ ഐഡിയ ആണ് കാണിക്കുന്നത് തുണി വെച്ചിട്ട്. അതിനായിട്ട് 6 പീസ് തുണികൾ സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓരോ തുണിയുടെ ബാക്കിലും ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 കളർ തുണി എടുത്തിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്ത ഈ തുണിയുടെ നീളവും വീതിയും 15 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തുണി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം ഓരോ കളറുകളായിട്ട്. അപ്പം ഇവിടെ ആദ്യം ഒരു പീസ് തുണി വെച്ച് കൊടുത്തു, അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു കളർ വെച്ച് കൊടുത്തു, വീണ്ടും അടുത്തൊരു കളറ്. അങ്ങനെ നമുക്ക് 6 പീസ് തുണിയും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഈ എല്ലാ പീസ് തുണിയും ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിതാ ഒരു പേപ്പറിൽ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ വീഡിയോയുടെ സൈഡിൽ കാണിക്കാം. ഇനി ഇവിടെ നമ്മൾ തുണിയുടെ ബാക്ക് സൈഡിലേക്കായിട്ടാണ് ഈ ഒരു ട്രീയുടെ പാറ്റേൺ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ട്രീയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ തുണിയിൽ നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് നീക്കി വെക്കാം. അടുത്തതായിട്ട് അതിൽ നിന്ന് ഓരോ പീസ് എടുക്കുക. ഒരു പീസ് എടുത്തിട്ട് നല്ല വശം ഫ്രണ്ടിലേക്ക് എന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശങ്ങൾ ഉള്ളിലേക്ക് ചേർന്ന് വരുന്ന രീതിക്കാണ് ഉള്ളത്. ഇനി ഇതിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ 2 ഭാഗത്തായിട്ട് നമ്മൾ എക്സ് പോലെ മാർക്ക് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും. അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ്ട. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഓരോ എഡ്ജ് ഭാഗങ്ങളും ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സൈഡിലൂടെ ആയിട്ട് ഈ തുണി നമുക്ക് ഇതുപോലെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ. അപ്പോൾ ഈ ഒരു പീസ് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള 2 പീസും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാം. ഇനി സ്റ്റിച്ച് ചെയ്ത് ഒരു പീസിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി അടുത്തൊരെണ്ണം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ 3 പീസും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് നീളത്തിൽ ലൈൻ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ 3 ലെയറും അടുത്ത സൈഡിൽ 3 ലെയർ, അങ്ങനെ നമുക്ക് മൊത്തം 6 ലെയറായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. താഴത്തെ 2 സൈഡിലും ഓപ്പൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോളി ഫില്ലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇനി ഓരോ പീസിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഓപ്പൺ സൈഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിലൂടെ പോളി ഫില്ല് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ വെച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും നല്ല ടൈറ്റായിട്ട് എത്തുന്ന പോലെ വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒരു ലെയർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ളതും ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിവിടെ 6 ലെയറുകളും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളത്. ഇനി താഴത്തെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്ക് സാധാരണ സൂചിയും നൂലും വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് 4 ലെയറുകൾ നേരത്തെ തന്നെ തുന്നി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 ലെയറും കൂടെ തുന്നിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 6 ലെയറിൻ്റെയും താഴത്തെ ഭാഗം തുന്നി റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തുണി വെച്ചിട്ടുള്ളത് ഇതുപോലെയാണ് ഉള്ളത്. നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനായിട്ട് മുത്തും സ്റ്റാറൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ക്രിസ്മസിന് ക്ലോത്ത് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രിസ്മസ് ട്രീ ആണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.